അപ്പോൾ 24. തമിഴ് സിനിമ അധികം തിയേറ്ററിലൊന്നും പോയി കാണാൻ മെനക്കെടാത്ത ഞാൻ പെട്ടെന്നൊരു ദിവസം കേട്ടു സൂര്യയുടെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്. സംഭവം ടൈം ട്രാവൽ കൺസെപ്റ്റ് ആണ്. ടൈം ട്രാവലാ നമ്മ ഊരില്ല വാങ്ങടാ പോലാം എന്നും പറഞ്ഞാണ് ഞാൻ ആ സിനിമയ്ക്ക് പോയത്. അതായത് ഇനി ആ സിനിമയ്ക്കകത്ത് എന്തായാലും പ്രശ്നമില്ല, സംഗതി ഒരു വെറൈറ്റി കൺസെപ്റ്റ് ആണല്ലോ, അതുകൊണ്ട് അതെന്തായാലും കാണണം എന്നൊരു മൈൻഡ്. ഒടുക്കം പടം മുഴുവൻ കണ്ടു കഴിഞ്ഞിറങ്ങിയപ്പോൾ എനിക്ക് എന്താണ് തോന്നിയത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ നമ്മുടെ നായികയുടെ പോർഷൻസ് കംപ്ലീറ്റ്ലി ഒന്ന് സ്ക്രേപ്പ് ഔട്ട് ചെയ്തെടുത്താൽ ദെൻ ഇറ്റ് ഈസ് നത്തിങ് ഷോർട്ട് ഓഫ് എ ഹോളിവുഡ് മൂവി. പക്ഷേ ഇന്ത്യൻ സിനിമയാണ്, സൗത്ത് ഇന്ത്യൻ സിനിമയാണ്, തമിഴ് സിനിമയാണ്. സോ നായികയും കുറച്ച് റൊമാൻസും പാട്ടും ഒക്കെ മെയിൻ ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. ഇനിയിപ്പോൾ നായികയുടെ പോർഷൻസ് തന്നെ എടുത്തു നോക്കിയാൽ വില്ലന്റെ ഒരു ഒപ്പ് നായിക തിരിച്ചറിയുന്ന ഒരു സീനുണ്ട്. അതൊരു കിടിലം സീൻ തന്നെയായിരുന്നു. ഇനി നമുക്ക് നായകനിലേക്ക് വരാം. മൂപ്പരെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അവൻ വന്ന് ജസ്റ്റ് വാച്ച് മെക്കാനിക്. അവനക്ക് എല്ലാമേ സർവ്വസാധാരണ എന്താ. പക്ഷെ പറയാനുള്ളത് നമ്മുടെ വില്ലനെ പറ്റിയാണ്. വാട്ട് ആൻ ആക്ടിംഗ് മാൻ. ആളുകൾക്കെന്നും മാസ് അപ്പീലുള്ള സംഭവങ്ങളോടാണ് കൂടുതൽ മമത എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ആളുകൾ റോളക്സിന്റെ 2ാം വരവിന് വേണ്ടി കാത്തിരിക്കുന്നതും ആത്രേയ എന്ന കഥാപാത്രത്തെ പറ്റി അധികം ഡിസ്കസ് ചെയ്യാതിരിക്കുന്നതും. സൂര്യ എന്ന ആക്ടർ നായക നടനായി പോയതുകൊണ്ട് മാത്രം ശരിക്കും തമിഴ് സിനിമയ്ക്ക് നഷ്ടപ്പെട്ടത് ഒരു 1.5 വില്ലനെയായിരുന്നു. എന്താ പുള്ളിയുടെ പെർഫോമൻസ്. ഒരു ദയോ കാരുണ്യമൊന്നുമില്ലാതെ സ്വന്തം കാര്യം നേടിയെടുക്കാൻ തന്റെ സഹോദരനെയും കുടുംബത്തെയോ പോലും ഇല്ലാതാക്കാൻ മടിയില്ലാത്തൊരു കഥാപാത്രം. ഇനി ഈ സിനിമയിൽ എന്റെ ഫേവറേറ്റ് സീൻ ഡെഫിനറ്റ്ലി അത് ഇതിന്റെ ഇന്റർവെൽ ബ്ലോക്കാണ്. എന്താ ഒരു ഇന്റർവെൽ സീൻ. നായകന്റെ കൈയും വെട്ടിയെടുത്ത് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചവിട്ടി താഴേക്കിടുകയാണ്. മൊത്തം ഒരു വില്ലൻ മയം. ഷെടാ ഇനിയിപ്പോൾ ഇതിന്റെ സെക്കൻഡ് ഹാഫിൽ എന്ത് സംഭവിക്കാനാണെന്ന് നമ്മളെ വണ്ടർ അടിപ്പിക്കുന്ന ഒരു ഇന്റർവെൽ. സോ ആകെ മൊത്തത്തിൽ ഒരു കിടിലൻ പടം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് വാസ് നെവർ എ ബിഗ് ഹിറ്റ് ആൻഡ് ദാറ്റ് മേക്സ് മീ റിയലി സാഡ്.